നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ സത്യമേ. ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോ ഞാൻ നിങ്ങളോടൊക്കെ എന്താ പറഞ്ഞത്? ഒരു സ്കൂൾ കുട്ടിയുടെ മാനസികാവസ്ഥയിലാ ശ്യാമേന്ന്. അതറിഞ്ഞു വേണം അവളോട് ഇടപെടാനെന്ന്. അതിനു പകരം നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഭാമ ശാലിനി ഇറക്കിവിട്ടെ? ശ്യാമയ്ക്ക് നന്നായി ഓർമ്മയുള്ളത് ശാലിനിയാണെന്നും ശാലിനി അവളെ സംബന്ധിച്ച് ഒരു രക്ഷാസങ്കേതമാണെന്നൊക്കെ പറഞ്ഞിരുന്നു വച്ചാ. മരുന്നുകളെക്കാളും ഫലം ചെയ്യുക ശാലിനിയുടെ സാന്നിധ്യമാണെന്നും ശാലിനി ഒപ്പം ഉള്ളതുകൊണ്ട് മാത്രമാ ശ്യാമ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ പോരാൻ തന്നെ തയ്യാറായത്. അപ്പൊ ഇനി എനിക്കറിയില്ല അച്ഛാ. ഡോക്ടർ വരണം. ഡോക്ടർ എവിടെ ശ്യാമ? ആ, മുകളിലുണ്ട്. ഒരു ഡോക്ടർ. അച്ഛാ പോയിട്ട് വരാം. ഭാമ എല്ലാം നശിപ്പിക്കും, എല്ലാവരും നശിപ്പിക്കും. ചുമ്മാ മനുഷ്യനെ ഉപദ്രവിക്കാനായിട്ട് ഓരോ സത്യമേ, ശ്യാമ, ശ്യാമക്കുഞ്ഞ്, ഞാൻ വിളിക്കാവേ. മോളെ ശ്യാമേ, ശ്യാമേ, മോളെ, മോളെ ശ്യാമേ. ഡോക്ടർ, ശ്യാമ ശ്യാമേ, 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 ശ്യാമേ. എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം. ശ്യാമയെ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. പുറത്തു നിന്നോ. ഞാനും പുറത്തു പോണോ? സത്യമേ പുറത്തു പോണം. നീ ആള് ഞാൻ വിചാരിച്ചതുപോലൊന്നും അല്ലല്ലോ. അഭിനയിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ അഭിനയിച്ച് തകർത്ത് കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അല്ല, എന്തൊക്കെയാ നീ ചെയ്തു കൂട്ടിയത്? ഞാനപ്പോ വായി തോന്നിയൊരു കഥ പറഞ്ഞു. നീ ഇപ്പൊ ഏതോ സ്കൂൾ കാലഘട്ടത്തിലാണെന്നും ശാലിനിയെ മാത്രമേ ശരിക്കും ഓർമ്മയുള്ളൂ എന്നൊക്കെ. അതിൽ പിടിച്ചങ്ങ് കേറി.
എങ്കിലും സത്യാമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കിയതും സ്വന്തം തല തൂണിക്കൊണ്ടുപോയി ഇടിച്ചതും ഒക്കെ കുറച്ച് ഓവറായി പോയി കേട്ടോ. അതുകൊണ്ടല്ലേ എനിക്കിപ്പോ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരേണ്ടി വന്നത്. ഇനിയിപ്പൊ ഞാൻ എന്താ വേണ്ടത്? എന്താ ഞാൻ അവരോട് പറയേണ്ടത്? അത് നീ തന്നെ പറയേ. ദേ ശ്യാമി, കളിച്ചത് മതി. ഇങ്ങോട്ട് എഴുന്നേറ്റിരുന്നേ. എന്നിട്ട് നോർമലായിട്ട് സംസാരിക്കേ. റൂമിൽ ആരുമില്ല. ശ്യാമേ, ശ്യാമേ, ദേ ശ്യാമേ, കളിക്കല്ലേ. മതി, നിന്റെ അഭിനയൊന്നും വേണ്ട. ഞാനൊരു ഡോക്ടറാ. ശ്യാമേ, ശ്യാമേ, മോളെ, സ്വന്തം വിധി നീ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതുപോലെ ആയല്ലോ ഇപ്പോ. തൂണിൽ നീ തലയിടിച്ചപ്പോ അറിയാതെ തന്നെ നിന്റെ നാഡീവ്യൂഹത്തിന് ക്ഷതമേറ്റു. അല്പം മുമ്പ് പറഞ്ഞതിപ്പം അറം പറ്റിയതുപോലെ. ഡോക്ടർ, വരൂ. ശ്യാമേ, 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 മോളെ ശ്യാമേ. ശ്യാമേ, ശ്യാമേ, മോളെ. ശ്യാമേ, ഡോക്ടർ, എന്തെങ്കിലും കുഴപ്പം? കുഴപ്പേ ഉള്ളൂ സത്യമേ. ഹോസ്പിറ്റലിൽ നിന്ന് വിടുമ്പോ ഞാൻ നിങ്ങളോടൊക്കെ എന്താ പറഞ്ഞത്? ഒരു സ്കൂൾ കുട്ടിയുടെ മാനസികാവസ്ഥയില ശ്യാമേന്ന്. അതറിഞ്ഞു വേണം അവളോട് ഇടപെടാനെന്ന്. അതിനു പകരം നിങ്ങൾ എന്തൊക്കെയാ ചെയ്തത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.